ക്രിസ്പി ആയിട്ടുള്ള കോളിഫ്ലവർ 65 എന്ന് പറഞ്ഞാൽ ഇതാണ്. കേട്ടല്ലേ അല്ലേ, അത്രയ്ക്ക് അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള കോളിഫ്ലവർ 65ൻ്റെ റെസിപ്പിയാണ്. സോ ഈ വീഡിയോ ഒന്ന് മുഴുവനും കാണണേ, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ആദ്യമേ തന്നെ ഇതുണ്ടാക്കാനായിട്ട് കോളിഫ്ലവർ ഈ ഒരു കനത്തിനൊന്ന് കട്ട് ചെയ്ത് കഴുകിയെടുക്കാവേ. ഇനി ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിൽ കൂടുതൽ വെള്ളം വെച്ചിട്ട് അതിലോട്ട് ഉപ്പും ഈ കോളിഫ്ലവറും കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വെള്ളം ഒന്ന് ചൂടാക്കി എടുക്കാവേ. ഒരു തിളപ്പ് വരുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഒരുപാട് ഈ കോളിഫ്ലവർ അങ്ങ് വെന്ത് പോകരുത്, കാരണം അത് വെന്ത് പോയാൽ ക്രിസ്പി ആയിട്ട് കിട്ടില്ല. ഇനി ഇതൊന്ന് വെന്തതിന് ശേഷം നമുക്ക് എല്ലാം ഇതുപോലെ കോരി മാറ്റാവുന്നതാണ്. അങ്ങനെ കോരി മാറ്റുന്നത് ഒരുപാട് ഇരുന്ന് വേവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ ഒരു കോളിഫ്ലവർ 65ൻ്റെ മസാല ഉണ്ടാക്കാം. അപ്പോൾ ഇത് ഒരു കോളിഫ്ലവറിൻ്റെ കണക്കാണ് പറയുന്നത്. 2 വലിയ തവിക്ക് അരിപ്പൊടിയാണ് ചേർക്കുന്നത്. ഇത് ഫൈനായിട്ട് പൊടിച്ചതാണ്. ഇനി അതിലോട്ട് ഒരു വലിയ തവി റവയാണ് ചേർക്കുന്നത്. അതൊരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ്. ഇനി 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും അതുപോലെ തന്നെ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇത് കളർ കൂടി എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ്. ഇനി അതിലോട്ട് 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1 നുള്ള് ഗരം മസാലയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ചേർക്കുന്നത് ബേക്കേഴ്സിൻ്റെ ബ്രെഡ് ക്രംസ് ആണ്. അത് 1 ടേബിൾ സ്പൂണിൽ കൂടുതൽ ചേർക്കാം, ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ്. ഇനി അതിലോട്ട് സോസുകളായിട്ടുള്ള ടൊമാറ്റോ സോസ് 1 വലിയ ടേബിൾ സ്പൂണും 1 ടീസ്പൂൺ സോയാ സോസും അതുപോലെ തന്നെ ഇതിപ്പോൾ ചേർക്കുന്നത് ചില്ലി സോസാണ്. അതില്ലെങ്കിൽ മുളക് ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റിലൂടെ ചതച്ച് ചേർത്താൽ മതിയേ. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവേ. ഇനി അതിലേക്ക് കുറച്ചായിട്ട് മാത്രം വെള്ളം ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാവുന്നതാണ്. ഈ ഒരു കൺസിസ്റ്റൻസി ആകും വരെ ഒന്ന് കുഴച്ചെടുക്കണേ. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം. ഈ ഒരു കട്ടിക്ക് തന്നെ കുഴച്ചെടുക്കണം. ഒരുപാട് ലൂസ് ആവാനും ഒരുപാട് കട്ടിയാവാനും പാടില്ല, എന്നാൽ ക്രിസ്പി ആയിട്ട് കിട്ടില്ലേ. ഇനി അതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു കോളിഫ്ലവർ ആണ് ചേർക്കേണ്ടത്. ചൂടോടുകൂടി ചേർക്കരുത്, അതൊന്ന് തണുത്തിട്ട് വേണം ഇതിലോട്ട് ചേർക്കാൻ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കോളിഫ്ലവറിൻ്റെ എല്ലാ സൈഡും പിടിക്കുന്ന രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ സ്പൂൺ വെച്ചാണ് മിക്സ് ചെയ്യുന്നെങ്കിലും മാക്സിമം കൈകൊണ്ട് തന്നെ നല്ല തിരുമ്മി മിക്സ് ചെയ്ത് എടുക്കണേ. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 5 മിനിറ്റിന് ശേഷം ഒരു കടായിലോട്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എൻ്റെ കയ്യിൽ സൺഫ്ലവർ ഓയിൽ ഉള്ളത് കൊണ്ടാണ് അത് എടുക്കുന്നത്. ഇതിന് അടിപൊളി ടേസ്റ്റ് കിട്ടുന്നത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്, എന്നാൽ ഈ മാവെല്ലാം കൂടെ കട്ടി പിടിച്ചു പോവും. എന്നിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് അനക്കി കൊടുക്കുക. അതിന് മുന്നേ ഇളക്കരുത്, എന്നാൽ ഇതിൻ്റെ കോട്ടിംഗ് എല്ലാം പോവേ. അങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് ഓരോ സൈഡും ഒന്ന് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 പച്ചമുളക് ഇതുപോലെ കീറിയിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. നല്ലൊരു ടേസ്റ്റും മണവും ഒക്കെ ആയിരിക്കും. അതുപോലെ തന്നെ ഒരു 2-3 തണ്ട് കറിവേപ്പിലയും കൂടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് മൂക്കാറാവുമ്പോൾ വേണം ഇതൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും. നല്ലപോലെ മൂത്തൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോൾ ഇത് കോരി എടുക്കാവുന്നതാണ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാവേ. ഈവനിങ് സ്നാക്കായിട്ട് ഇത് കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ്. ഇത്രയും ക്രിസ്പി ആയിട്ടുള്ളത് ഞാൻ വേറെ ഒരിടത്തുനിന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ആ ഒരു ക്രിസ്പി സൗണ്ട് നിങ്ങൾക്ക് തന്നെ കേൾക്കാം. അപ്പോൾ ഇതുപോലുള്ള കിഡിലൻ റെസിപ്പീസിന് ഈ ഒരു ചാനലായ കുക്ക് വിത്ത് ഗോബ്സ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരും വരേക്കും എല്ലാവർക്കും ബൈ.